പഠിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ എന്താണെന്നറിയില്ല, പുസ്തകം തുറന്നാൽ അപ്പോൾ ഉറക്കം വരും. അപ്പോൾ ഈ പുസ്തകം തുറന്നാൽ ഉറക്കം വരുന്ന മക്കൾക്കുള്ള സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം ദിസ് ഇസ് മീ അഞ്ജു. അപ്പം മക്കളെ, നിങ്ങൾ ആരൊക്കെയുണ്ട് പഠിക്കാനിരിക്കുമ്പോൾ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരുന്ന ആരൊക്കെയുണ്ട്? അങ്ങനെ ഉറക്കം വരാറുണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഉറക്കം വരാത്തവരാണെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഉറക്കമൊക്കെ മാറ്റി നല്ല ഉഷാറായിട്ട് ഉന്മേഷത്തോടെ ഇരുന്ന് പഠിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഓണം എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. നമ്മൾ ഇനി ഉറങ്ങി തൂങ്ങി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഈ ഉറക്കം മാറ്റാനായിട്ട് എങ്ങനെ എനർജറ്റിക് ആയിട്ട് നമുക്കിരുന്ന് പഠിക്കാമെന്നുള്ള സൊല്യൂഷനാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നല്ല ഉറക്കം വരുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി ഉള്ള കാര്യമല്ല പറയുന്നത്, ചില ദിവസങ്ങളിൽ അപ്പം നമുക്ക് നല്ല ഉറക്കം, നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. അതല്ല സ്ഥിരം പുസ്തകം തുറന്നാൽ ഈ ഉറക്കം വരെ ഒരു 5-10 മിനിറ്റ് വായിക്കും, പിന്നെ ഷടപടേ ബുക്കിൽ ഉറങ്ങി വീഴുതാ, ഈ മോൻ വീഴുന്ന പോലെ വീടുക, ഉറങ്ങിക്കിടന്ന് ഉറങ്ങിപ്പോവുക. അത്തരക്കാര് ഇതൊന്ന് കണ്ടോളൂ, ഇതൊന്ന് ഫോളോയും കൂടെ, മിസ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഒന്ന് ഫോളോയും കൂടെ ചെയ്തോളൂ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ആക്റ്റീവായിട്ടുള്ള ലേണിംഗ് ടെക്നിക്കുകളുണ്ട്. ഒരുപാട് ആക്റ്റീവ് ലേണിംഗ് ടെക്നിക്സ് ഒക്കെ നമ്മുടെ ചാനലിലൂടെയൊക്കെ മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനകത്തുള്ള ഒരുപാട് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. അതായത് നല്ല ലേണിങ്ങിന് ആക്റ്റീവായിട്ട് ഇങ്ങനെ നമുക്ക് ഉറക്കമൊന്നും വരാതെ സ്മാർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കുകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, ആ രീതിയിൽ പഠിക്കുക. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്പ്ലാഷ് കോൾഡ് വാട്ടർ. എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് പോയിട്ട് പഠിക്കുമ്പോൾ പഠിത്തത്തിനിടയിൽ ഒരു 5-10 മിനിറ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉറക്കം വരുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. മുഖം ഇടയ്ക്ക് കഴുകുന്നത് കൊണ്ട് നമുക്ക് വേറെയും ഗുണമുണ്ട്, നമ്മുടെ സ്കിന്നൊക്കെ നന്നാവും. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യുക, മുഖമൊക്കെ തണുത്ത വെള്ളത്തിൽ കഴുകുക. പിന്നെ എന്ത് ചെയ്യുക, കീപ് ദ ലൈറ്റ്സ് ബ്രൈറ്റ്. ഇരുണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ ഡിമ്മായിട്ടുള്ള ലൈറ്റിലിരുന്ന് പഠിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആരായാലും ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഈ ഡിമ്മായിട്ടുള്ള ലൈറ്റിലിരുന്ന് പഠിക്കാതെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെളിച്ചത്തിലിരുന്ന് പഠിക്കാനായിട്ട് എൻ്റെ മക്കൾ നോക്കുക. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അവോയ്ഡിങ് സ്റ്റഡിയിങ് ഇൻ ബെഡ്. അത് ചിലരുണ്ട്, ഞാൻ പഠിക്കാമേ, അല്ലെങ്കിൽ വീട്ടിൽ പറയും ഞാൻ പഠിക്കാൻ, ഞാൻ കിടക്കയിലിരുന്ന് പഠിക്കട്ടെ. എന്തായിരിക്കും കിടക്കയിലിരുന്ന് പഠിച്ചാലുള്ള അവസ്ഥ? കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ അവിടെ കിടന്ന് ഉറങ്ങി പുതച്ച് പിറ്റേന്ന് രാവിലെ എണീക്കലുണ്ടാവും അല്ലേ. അപ്പോൾ ഈ കിടക്കയിലിരുന്ന് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക. അപ്പം തന്നെ ഉറക്കത്തിന് കുറച്ചൊരു മാറ്റം വരും. അതുപോലെ തന്നെ സോഫയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചാരി കിടന്നിരുന്നൊക്കെ പഠിക്കുന്നുണ്ടാവില്ലേ, അങ്ങനെ കിടക്കുന്ന ആ ഒരു പോസ്റ്ററിലുള്ള രീതിയിലുള്ള പഠിത്തമൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി ചെയറിലാണെങ്കിലും ശരി, കിടക്കുന്ന രീതിയിലൊരു ഉഷാറില്ലാതെ ഇരുന്ന് പഠിക്കില്ലേ, അത് ഒഴിവാക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ പഠിക്കില്ലേ, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. കിടക്കുന്ന പൊസിഷനിലുള്ള രീതിയിൽ പഠിക്കാനിരിക്കേണ്ട. ഓക്കെ ആണല്ലോ. അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഇനി അടുത്തത് സ്നാക്ക് സ്മാർട്ട്ലി. സ്നാക്ക് സ്മാർട്ട്ലി ഇതെന്താ, പഠിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കാം. എന്താ, കുറച്ച് അച്ചപ്പം കഴിക്കുന്നു, അങ്ങനെ കുറച്ച് പൊട്ടറ്റോ ചിപ്സ് കഴിക്കുന്നു, ഇതാണോ? അല്ല. സ്നാക്ക് സ്മാർട്ട്ലി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വയറ് ഫുള്ള് ഫില്ല് ചെയ്ത് ബിരിയാണി കഴിക്കുന്നു, നല്ല അടിപൊളി ബിരിയാണി. എന്നിട്ട് പഠിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ആരായാലും ഉറങ്ങിപ്പോവും അല്ലേ. നല്ല ബിരിയാണി ചിക്കൻ കാലൊക്കെ കഴിച്ച് പോയി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മിസ്സായാലും ശരി, നിങ്ങളായാലും ശരി, ഉറങ്ങിപ്പോവും. അപ്പം നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിരുന്ന് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഉറക്കം വരും. അതുകൊണ്ട് തന്നെ പഠിത്തത്തിന് മുന്നേ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകളില്ലേ, അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാം. ഹെവി ഫുഡ് ഒഴിവാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചോളൂ. അതായത് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചോ. മറ്റേത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിത്തത്തിന് മുന്നേ ലൈറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുക. ഓക്കെ, അതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. അടുത്തതാണ് ടേക്ക് ബ്രേക്സ്. നിങ്ങൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഈ ചാപ്റ്റർ ഫുൾ ഇപ്പം ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഉറക്കം മാത്രമല്ല, ബോറടിക്കുക വരെ ചെയ്യും. ഇടയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുക, ഒരു ബ്രേക്കൊക്കെ കൊടുക്കുക അല്ലേ. ഒരു 10-20 മിനിറ്റ് കൂടുമ്പോൾ ഒരു ബ്രേക്കൊക്കെ എടുക്കുക. ഇനി അടുത്തത് വരുന്നത് മൂവ് യുവർ ബോഡി. അത് നല്ലൊരു ടിപ്പാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, പഠിക്കുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് എണീറ്റ് നിൽക്കാം, ഒന്നിങ്ങനെ ചാടാം, ഒന്ന് കൈയൊക്കെ ഇങ്ങനെ ഇളക്കാം, ഒന്ന് ശരീരമൊക്കെ ഒന്ന് മൂവ് ചെയ്യാം. അതല്ലേ ജസ്റ്റ് ഒന്നിങ്ങനെ നടക്കാം, വാക്ക് ചെയ്യാം, ഒന്ന് ചെടികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോവാം, മുറ്റത്തേക്കൊക്കെ ഒന്ന് പോവാം. അങ്ങനെ നിങ്ങൾ ഇരുന്ന പൊസിഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ശരീരം ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് വരും, ഒരു ഉഷാർ വരും. നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കില്ലേ, അതുപോലെ നമ്മളൊന്ന് ബോഡി എന്ത് ചെയ്യുക, മൂവ് ചെയ്ത് കഴിയുക. അപ്പം നമ്മളുടെ ഉറക്കം പോവും. ഓക്കെ, അടുത്തത് ലാസ്റ്റിലുള്ളതാണ് പവർ നാപ്പ്. നിങ്ങൾ
എന്താണ് പവർ നാപ്പ്? പവർ നാപ്പ് എന്ന് വെച്ചാൽ കിടന്ന് ഉറങ്ങുക എന്നല്ല. പവർ നാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, അതായത് തീരെ പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പവർ നാപ്പ് എടുക്കാം. ഒരു 15-20 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് കണ്ണടച്ചിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ പവർ നാപ്പ് എന്ന് പറയുന്നത്. എന്ന് കരുതി കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഒരു 15-20 മിനിറ്റ് ഈ പവർ നാപ്പ് എടുക്കാനായിട്ട് പാടുള്ളൂ. അത് കൂടുതൽ സമയത്തേക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രാവിലെ എണീക്കലുണ്ടാവും. അതുകൂടാതെ ഈ പവർ നാപ്പ് എടുക്കുമ്പോൾ ബെഡിൽ കിടന്നിട്ട് പവർ നാപ്പ് എടുക്കരുത്. കാരണം നമ്മൾ പിന്നെ രാവിലെ എണീക്കലുണ്ടാവും. അതുകൊണ്ട് ഒരു ചെയറിലൊക്കെ ചാരി ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടൊരു 10-15 മിനിറ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണ്ണടച്ച് കിടക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അലാറം കൂടെ വെക്കണം. കാരണം എന്താ വെച്ചാൽ ചിലർ അതിലെങ്ങനെ ഇങ്ങ് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് അലാറം കൂടെ സെറ്റ് ചെയ്യാം. ഈ പവർ നാപ്പ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പവർ നാപ്പ് കഴിയുമല്ലോ. എന്നിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് പഠിച്ചു നോക്കൂ, നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്ന മക്കൾക്കുള്ള വീഡിയോ ആണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടിപ്സൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കുക. ഒന്ന് മിസ്സിന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് വന്ന് അറിയിക്കുക. അപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് ഉഷാറായിട്ട് എൻ്റെ മക്കൾ നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. നമുക്ക് ക്രിസ്മസ് എക്സാം സൂപ്പർ ആക്കാനുള്ളതാണ്.